എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വഖാഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും വഖാഫ് ഭേദഗതി നിയമം ലോകസഭ പാസ്സാക്കി രാജ്യസഭയിലേക്ക് കടക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ വഖാഫുമായി ബന്ധപ്പെടുത്തിയുള്ള വസ്തുതകളും അതോടൊപ്പം തന്നെ എന്താണ് വഖാഫ് ബോർഡ്, എന്താണ് വഖാഫ് ഭേദഗതി നിയമം മുതലായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വഖാഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖാഫ് ചെയ്യുന്നത്. തടഞ്ഞു വയ്ക്കുക, വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖാഫ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് സാധാരണ ഭൂമി വഖാഫ് ചെയ്യാറുള്ളത്. ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖാഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതല്ല. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതെന്നും ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കും എന്നും ചുരുക്കം. വഖാഫ് വസ്തു പരിപാലിക്കുന്നത് ഒരു മുത്തവല്ലിയാണ്. എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിലപ്പുറം മുത്തവല്ലിക്ക് വഖാഫിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. പ്രധാനമായിട്ടും വഖാഫ് സ്വത്തുക്കളുടെ പരിപാലനം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1954 കേന്ദ്ര സർക്കാർ വഖാഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് നിയമം കൊണ്ടുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വഖാഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖാഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വഖാഫ് കൗൺസിലുകളും സ്ഥാപിച്ചു. ഈ നിയമപ്രകാരം 1995 വഖാഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖാഫ് നിയമം നടപ്പിലാക്കി. 2013 മറ്റൊരു ഭേദഗതി കൂടി വന്നു. ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖാഫിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. വഖാഫ് ബോർഡ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓരോ സംസ്ഥാനത്തിനും ഓരോ വഖാഫ് ബോർഡുണ്ട്. വഖാഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, രേഖകൾ സൂക്ഷിക്കൽ, ഉപയോഗം നിരീക്ഷിക്കൽ, ജീവകാരുണ്യമാണ് വിനിയോഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഉറപ്പാക്കൽ തുടങ്ങിയവയാണ് വഖാഫ് ബോർഡുകളുടെ ഉത്തരവാദിത്തം. വ്യക്തിഗത വഖാഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് മുത്തവല്ലികളെ നിയമിക്കുന്നതും വഖാഫ് ബോർഡാണ്. അടുത്തത് വഖാഫ് കൗൺസിലാണ്. വഖാഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖാഫ് കൗൺസിൽ. വഖാഫ് സ്വത്തുക്കൾ ഇസ്ലാമിക തത്വങ്ങൾക്കനുസൃതമായും സാമൂഹിക ക്ഷേമത്തിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും വഖാഫ് ബോർഡുകളുടെ ഏകോപനം, നയരൂപീകരണം, തർക്ക പരിഹാരം തുടങ്ങിയവയാണ് വഖാഫ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. വഖാഫ് ട്രൈബ്യൂണൽ കോടതികളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രധാനമായിട്ടും ബദൽ തർക്ക പരിഹാര സംവിധാനമാണ് വഖാഫ് ട്രൈബ്യൂണലുകൾ. ഓരോ സംസ്ഥാനത്തും ഓരോ ട്രൈബ്യൂണൽ ഉണ്ടാകും. വഖാഫ് ബോർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം. സിവിൽ കോടതികൾക്കുള്ള അധികാരങ്ങൾ ട്രൈബ്യൂണലുമുണ്ട്. ട്രൈബ്യൂണലിൻ്റെ തീരുമാനങ്ങൾ അന്തിമവും കക്ഷികൾക്ക് ബാധകവുമാണ്. ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 3 അംഗങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകും. ചെയർപേഴ്സൺ അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. ക്ലാസ് 1 കുറയാത്ത റാങ്കുള്ള ജില്ലാ സെഷൻ സിവിൽ ജഡ്ജ്, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള ഒരു വ്യക്തി എന്നിവരാണ് ട്രൈബ്യൂണലിൽ ഉണ്ടായിരിക്കുന്നത്. 2024 വഖാഫ് ഭേദഗതി ബിൽ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 1995 വഖാഫ് നിയമത്തിലെ 44 വകുപ്പുകളിൽ മാറ്റം വരുത്താനാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയാണിത്. ഇത് വഖാഫ് ബോർഡുകളുടെ അധികാര പരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കുന്നതാണ്. ഇതുപ്രകാരം ഒരുപാട് എതിർപ്പുകളും നിലനിൽക്കുന്നുണ്ട്. പുതിയ ഭേദഗതി നിയമവും എതിർപ്പുകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വഖാഫ് ആക്കാവുന്നതാണ്. എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വഖാഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ മതിയായ തെളിവുണ്ടാകില്ല എന്നതാണ് ഈ വ്യവസ്ഥയ്ക്ക് സർക്കാർ നൽകുന്ന ന്യായീകരണം. കാലാകാലങ്ങളായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ വഖാഫ് ഭൂമി ആയി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും വഖാഫ് ഭൂമി സർവേ നടത്താൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് സർവേ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും നിയമിക്കാം. എന്നാൽ ഭേദഗതി പ്രകാരം അതത് ജില്ലാ കളക്ടർമാർക്കായിരിക്കും സർവേ നടത്തേണ്ടത്. ഏതെങ്കിലും വഖാഫ് സ്വത്ത് സർക്കാർ വകയാണോ എന്ന് സംശയമുണ്ടായാൽ അന്വേഷിച്ച് തീരുമാനമെടുക്കേണ്ടതും കളക്ടറാണ്. അതായത് തർക്കങ്ങളിൽ വഖാഫ് ട്രൈബ്യൂണലിന് പകരം കളക്ടർ തീരുമാനമെടുക്കും.
കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും വരെ തർക്കമുള്ള സ്വത്തുക്കൾ വഖാഫായി കണക്കാക്കുന്നതല്ല. അതുമാത്രമല്ല, അതായത് സർക്കാർ അന്തിമ തീരുമാനം എടുക്കും വരെ തർക്കഭൂമിയിൽ വഖാഫിന് നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതുമല്ല. വഖാഫ് ട്രൈബ്യൂണലുകളുടെ ഘടന മാറ്റിയാണ് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത്. അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണമെന്ന നിലവിലെ വ്യവസ്ഥ റദ്ദാക്കപ്പെടുന്നതാണ്. ട്രൈബ്യൂണലുകളുടെ വിധിക്കെതിരെ 90 ദിവസത്തിനകം കോടതികളിൽ അപ്പീൽ നൽകുവാനും ഭേദഗതി നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വഖാഫ് ബോർഡുകളുടെയും വഖാഫ് കൗൺസിലുകളുടെയും അടിസ്ഥാന രൂപം തന്നെയാണ് പൊളിച്ചെഴുതുന്നത് പുതിയ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബോർഡിലെയും കൗൺസിലിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളാണ്. ഭേദഗതി പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതെങ്കിലും സ്വത്ത് വഖാഫാണോ എന്ന് ബോർഡിന് തോന്നിയാൽ അതേക്കുറിച്ച് അന്വേഷിക്കുവാനും തീരുമാനമെടുക്കുവാനും ഇപ്പോൾ വഖാഫ് ബോർഡുകൾക്ക് സാധിക്കുന്നതാണ്. പരാതികൾ ഉണ്ടായാൽ വഖാഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാവുന്നതാണ്. പുതിയ ഭേദഗതി വന്നാൽ ഈ അധികാരങ്ങൾ ഇല്ലാതാകുന്നതാണ്. വഖാഫ് നിയമത്തിൽ മാറ്റം വരുന്നത് ഇതാദ്യമല്ല. കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. എന്നാൽ മാറ്റങ്ങളുടെ ഉദ്ദേശവും നടപ്പിലാക്കുന്ന രീതിയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അക്കാര്യം കൃത്യമായി വിശദീകരണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അത് ഭരണഘടന അനുശാസിക്കുന്ന ചുമതല കൂടിയാണ്. അപ്പോൾ വഖാഫുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.